ഡൽഹിയിൽ നിന്നുള്ള തീരുമാനത്തിൽ കെ.സി. വേണുഗോപാലിനാണ് ഇപ്പോൾ ഒരു മുൻതൂക്കം എന്നാണല്ലോ എല്ലാ ചാനലുകളും മാധ്യമങ്ങളും പത്രങ്ങളും പറഞ്ഞു വെക്കുന്നത്. കോൺഗ്രസിൻ്റെ അകത്തളങ്ങളിലും അങ്ങനെ തന്നെ ഒരു ചർച്ചയാണ് നടക്കുന്നത്. എന്തുകൊണ്ട് 43 അംഗങ്ങൾ കെ.സി. വേണുഗോപാലിൻ്റെ പേരെഴുതി സണ്ണി ജോസഫ് അടക്കമുള്ള വളരെ പ്രമുഖരായിട്ടുള്ള നേതാക്കളെല്ലാം കെ.സിയുടെ പേരാണ് എഴുതി എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. നമുക്കത് കറക്റ്റായിട്ട് അറിയില്ല. ഇപ്പം മുഗൾ വാസനിക്ക് പറയുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ലിസ്റ്റ് അല്ല ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ഫോട്ടോഗ്രാഫർ എടുത്തതെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയില്ല. പക്ഷേ കെ.സിക്കാണ് മുൻതൂക്കം കിട്ടിയിരിക്കുന്നത്. കേരളത്തിൽ മാത്രം പ്രവർത്തിക്കാത്ത കെ.സി. വേണുഗോപാലിന് ഈ മുൻതൂക്കം കിട്ടിയത് വെറുതെ കിട്ടിയതല്ലോ. അതൊരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെയോ ചാക്കിട്ടുപിടുത്തത്തിൻ്റെയോ ഫലമായി ഉണ്ടായതുമല്ല. കെ.സി. വേണുഗോപാൽ വളരെ വലിയ മത്സരത്തിലൂടെ കെ.എസ്.യുവിൻ്റെ നേതാവായ ആളാണ്. അതുപോലെ വലിയ മത്സരത്തിലൂടെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായ ആളാണ്. ദീർഘകാലം MLA ആയിരുന്നു, കേന്ദ്ര സഹമന്ത്രിയായിരുന്നു, സംസ്ഥാന മന്ത്രിയായിരുന്നു. അതിലെല്ലാം ഉപരിയായി അഖിലേന്ത്യാ തലത്തിലുള്ള സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. അങ്ങനെ സീനിയർ ആയിട്ടുള്ളൊരു നേതാവിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വി.ഡി. സതീശൻ നാളിതുവരെ ഒരു മന്ത്രിസ്ഥാനത്തോ സ്പീക്കറിൻ്റെ സ്ഥാനത്തോ ഒരിടത്ത് ഇരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലഘട്ടത്ത് അദ്ദേഹത്തിന് സ്പീക്കർ സ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞു. ഒരുപക്ഷെ സ്പീക്കർ സ്ഥാനത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി അധികാര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നെങ്കിൽ കുറേ ആളുകൾ കൂടി അദ്ദേഹവുമായി സമവായത്തിലെത്തുമായിരുന്നു. രണ്ടാമത് വളരെ പ്രധാനപ്പെട്ട കാര്യം, മഹാഭാരത യുദ്ധത്തിൽ അർജുനനാണ് തേര് തെളിച്ചതെങ്കിലും അർജുനനാണ് യുദ്ധം ചെയ്തതെങ്കിലും സകല യുദ്ധത്തിൻ്റെയും പിറകിൽ കൃഷ്ണൻ ഉണ്ടായിരുന്നു. കൃഷ്ണൻ ഒരു പ്രാവശ്യം പോലും യുദ്ധം ചെയ്തിട്ടില്ല. അപൂർവമായി ഒരേ ഒരു പ്രാവശ്യം എന്ന് പറയുന്നത് ശരിയല്ല, ഒരേ ഒരു പ്രാവശ്യമാണ് കൃഷ്ണൻ നേരിട്ട് യുദ്ധത്തിലേക്ക് വരുന്നത്. അല്ലാതെ മുഴുവൻ കൃഷ്ണൻ പിറകിൽ നിൽക്കുകയായിരുന്നു ചെയ്തത്. വസ്ത്രാഭിഷേകം നടക്കുമ്പോൾ പോലും ബാക്കി എല്ലാവരെയും വിളിച്ച് പഞ്ചാലി കരയുമ്പോൾ അവസാനം കൃഷ്ണ, എൻ്റെ കൃഷ്ണ എന്ന് വിളിക്കുമ്പോഴാണ് കൃഷ്ണൻ വന്ന് സഹായിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുപോലെ എൻ്റെ കൃഷ്ണ എന്നുള്ളൊരു കൺസെപ്റ്റിൽ കോൺഗ്രസിനകത്തെ വളരെ സീനിയറായിട്ടുള്ള, പ്രായം കൊണ്ട് ഒക്കെ നോക്കുമ്പോൾ അത്ര ഭയങ്കര സീനിയോറിറ്റി ഇല്ലെങ്കിലും ഈ പ്രവർത്തന മണ്ഡലങ്ങൾ നോക്കുമ്പോൾ സീനിയറായിട്ടുള്ളൊരു നേതാവാണ് കെ.സി. വേണുഗോപാൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് ഒരു കാര്യം അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ കേന്ദ്രത്തിന് എളുപ്പമല്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പിന് ഈ MP-മാർ മത്സരിക്കേണ്ട എന്നൊരു നിലപാടെടുത്തു. ഇനി MP-മാരാരെങ്കിലുമൊക്കെ മത്സരിച്ചിരുന്നെങ്കിലോ, അടൂർ പ്രകാശോ കൊടിക്കുന്നിൽ സുരേഷോ കെ സുധാകരനോ മത്സരിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്കും ഒരു ക്ലെയിം ചിലപ്പോൾ അവർ പറഞ്ഞേനെ. ജാതി സമവാക്യവും പട്ടികജാതി പട്ടികവർഗത്തിന് ഒരുപാട് ഘടകങ്ങളുണ്ടല്ലോ. ഓരോരുത്തർക്കും ഓരോ മെരിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഓരോ സൈഡ് അവരുടെ ത്രാസ് ഉയർന്നു നിൽക്കുന്നതിനുള്ള സാഹചര്യമുണ്ട്. അത് വരുമായിരുന്നു, പക്ഷെ അത് സംഭവിച്ചില്ല. അതുപോലെ കേരളത്തിൽ ഓരോ മണ്ഡലത്തിലും 1 കോടി രൂപ വീതം കൊടുത്തിട്ടുണ്ട്. ഇത് ചാണ്ടി ഉമ്മൻ പറഞ്ഞൊരു കണക്കാണ്. ഔദ്യോഗികമായി AICC 1 കോടി രൂപ വീതം കൊടുത്തിട്ടുണ്ട്. അതിൽ 79 ലക്ഷം രൂപ ചാണ്ടി ഉമ്മൻ സേവ് ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞു. ബാക്കി 21 ലക്ഷം രൂപയെ ചിലവായിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 1 കോടി രൂപ 63 മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുള്ള 63 പേർക്കും 1 കോടി രൂപ വെച്ച് 63 കോടി രൂപ മൊബിലൈസ് ചെയ്യുന്നതിൽ, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ തോറ്റുപോകുമെന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ കേരളത്തിൽ വയനാട് കൊണ്ടുവന്ന് നിർത്തുന്നതിൽ, തുടർന്ന് പ്രിയങ്ക ഗാന്ധിയെ വയനാട് കൊണ്ട് നിർത്തുന്നതിൽ ഒക്കെ വലിയ സ്വാധീനവും വലിയ നിർണായകമായ തീരുമാനവും വേണുഗോപാലിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അദ്ദേഹം ചെയ്യുകയും വേണം, സംഘടനാ സെക്രട്ടറി അല്ലേ. അപ്പോൾ ഇന്ത്യയിലാകെ കേരളത്തിൽ ജനിച്ച് ഡൽഹിയിലേക്ക് പോയി ഇന്ത്യയിലാകെ കോൺഗ്രസിൻ്റെ സംഘടനാ രംഗത്ത് നിൽക്കുന്ന ഒരാളിനെ, കേന്ദ്ര സഹമന്ത്രിയായിരുന്ന ആളിനെ, സംസ്ഥാന മന്ത്രിയായിരുന്ന ഒരാളിനെ, MP ആയി രാജ്യസഭയിലും ലോകസഭയിലും ഉണ്ടായിരുന്ന ഒരാളിനെ
പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാവിനെ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ ഒഴിവാക്കുക എളുപ്പമല്ല. കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും നിയമസഭയിലുള്ള ജയിച്ചു വന്ന എല്ലാവരും 40 MLA-മാരും മഹാഭൂരിപക്ഷം കോൺഗ്രസ് MLA-മാരിൽ മഹാഭൂരിപക്ഷം MLA-മാരും രമേശ് ചെന്നിത്തല തന്നെയാണ് വീണ്ടും പ്രതിപക്ഷ നേതാവാക്കണം എന്ന് പറഞ്ഞത്. പക്ഷെ കെ സി വേണുഗോപാലിൻ്റെ ഒരു ഇടപെടൽ കൂടി കൊണ്ട്, കാരണം അദ്ദേഹം അഖിലേന്ത്യാ തലത്തിലായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് രാഷ്ട്രീയമൊന്നുമല്ല, അദ്ദേഹത്തിന് അങ്ങനെ ഇടപെടാമല്ലോ, അഖിലേന്ത്യാ തലത്തിൽ നിൽക്കുന്ന നേതാവല്ല. അങ്ങനെ ഒരു AICCയുടെ ഇടപെടൽ കൂടി കൊണ്ടാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവാകുന്നത്. അപ്പോൾ ഇതെല്ലാം ഇവിടെ കിടപ്പുണ്ട്. നമ്മളിപ്പോൾ VD സതീശന് വേണ്ടി ശക്തമായി ജനവികാരവും ഘടകകക്ഷികളുടെ വികാരവും നിൽക്കുമ്പോൾ തന്നെ, രമേശ് ചെന്നിത്തല സീനിയറായി നിൽക്കുമ്പോൾ തന്നെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ കൃഷ്ണനെ പോലെ തേര് തെളിച്ചിട്ടുള്ള, ഇതിൻ്റെ സാമ്പത്തികം മൊബിലൈസ് ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള സോണിയാഗാന്ധിയും പിന്നെ രാഹുൽ ഗാന്ധിയും ഒക്കെ കേരളത്തിൽ മത്സരിപ്പിക്കുന്നതിൽ പ്രധാന പങ്കെടുത്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട നേതാവാണ് കെ സി വേണുഗോപാൽ. അതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാൽ അങ്ങനെ ഒരു ആഗ്രഹം വയ്ക്കുമ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കുക കേന്ദ്രത്തിന് എളുപ്പമല്ല. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ കേന്ദ്രം കെ സി വേണുഗോപാലിൻ്റെ പേരിന് ഒരു കൈ മുൻതൂക്കം കൊടുക്കുമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആഭ്യന്തരമാരായിരിക്കും, അതും കെ സി തന്നെയായിരിക്കും. കെ സി മുഖ്യമന്ത്രിയായിരുന്നുകൊണ്ട് ആഭ്യന്തരം മാറ്റിക്കൊടുക്കാൻ സാധ്യതയില്ല. പിന്നെ രമേശ് ചെന്നിത്തല സ്പീക്കറാകുമോ? ഇനി അല്ല രമേശ് ചെന്നിത്തല ധനകാര്യ വകുപ്പ് മന്ത്രിയായി മറ്റൊരു വകുപ്പോ സ്പീക്കർ സ്ഥാനമോ സതീശനാകുമോ? സതീശൻ സ്പീക്കർ സ്ഥാനം എടുക്കാൻ സാധ്യതയില്ല. കാരണം നേരത്തെ സ്പീക്കർ സ്ഥാനം കൊടുത്തപ്പോൾ അദ്ദേഹം ഒഴിവായ ആളാണ്. അപ്പോൾ സ്പീക്കർ സ്ഥാനം സാധ്യതയില്ല. അപ്പം ധനകാര്യ മന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ വരുമോ? അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ട്. കണ്ടെത്തിക്കൊണ്ട് മാത്രമേ കേന്ദ്രത്തിൽ AICCക്കും രാഹുൽ ഗാന്ധിക്കും മല്ലികാർജുന ഖാർഗെയ്ക്കും ഒരു തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ. ആ തീരുമാനമെടുക്കുന്നതിൽ ഒരു പൊന്നിൻ്റെ അളവ് തൂക്കത്തിൽ കെ സി വേണുഗോപാൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ കെ സി വേണുഗോപാൽ തനിക്ക് മുഖ്യമന്ത്രി ആകണം എന്നൊരു ശക്തമായ ആവശ്യം ഉന്നയിക്കുകയും ഈ ഘടകങ്ങളൊക്കെ പരിശോധിക്കുകയും ചെയ്താൽ കെ സി വേണുഗോപാലായിരിക്കും മുഖ്യമന്ത്രി. ഞാൻ പറഞ്ഞല്ലോ, അനുഭവ സമ്പത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു, കേരളത്തിൽ മന്ത്രിയായിരുന്നു, MP ആയിരുന്നു, MLA ആയിരുന്നു, ഇപ്പോൾ പാർലമെൻ്ററി അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. നിരവധി കമ്മിറ്റികളിലുണ്ടായിരുന്നു. രാജ്യസഭയിൽ ഉള്ളപ്പോഴും അദ്ദേഹം നിരവധി കമ്മിറ്റികളിലുണ്ട്. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് കോൺഗ്രസിലെ രാജ്യത്തെ രണ്ടാമത്തെ പ്രധാന നേതാവ്, മൂന്നാമത്തെയൊക്കെ പറയാം നമുക്ക്. മല്ലികാർജുന ഖാർഗെ, രാഹുൽ ഗാന്ധിയൊക്കെ കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അപ്പം അങ്ങനെ ഒരു നേതാവ്, ദേശീയ തലത്തിലുള്ളൊരു നേതാവിന് അദ്ദേഹത്തിൻ്റെ ഹോം സ്റ്റേറ്റിൽ മുഖ്യമന്ത്രി ആകണമെന്ന് ഒരു അഭിപ്രായവും ആഗ്രഹവും പ്രകടിപ്പിച്ചാൽ അത് കാണാതെ പോകാൻ AICCക്ക് കഴിയില്ല. പ്രത്യേകിച്ച് ഇവിടുത്തെ 43 MLA-മാർ അദ്ദേഹത്തിൻ്റെ പേര് പറയുക കൂടി ചെയ്ത സാഹചര്യത്തിൽ ഒരു കാരണവശാലും കെ സിയെ ഒഴിവാക്കാൻ ഒരു സമിതി എന്നുള്ള നിലയിൽ AICCക്ക് കഴിയില്ല എന്നുള്ളതും ഈ കാലഘട്ടത്തിലെ ഈ സമയത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു രാഷ്ട്രീയമാണ്. ഞാനിത് ആരുടെയും പക്ഷം പിടിച്ച് വർത്തമാനം പറയുന്നതല്ല. പക്ഷേ ഈ സമയത്തെ നമ്മൾ എന്തൊക്കെ തേര് നയിച്ചത് സതീശനാണെന്ന് പറയുമ്പോഴും, അർജുനനാണ് സതീശനെന്ന് പറയുമ്പോഴും, ശ്രീകൃഷ്ണൻ ഉണ്ട്. മഹാഭാരതത്തിൽ കൃഷ്ണനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് മഹാഭാരതം വായിക്കാൻ കഴിയില്ല. അപ്പോൾ കൃഷ്ണൻ്റെ റോളിൽ നിൽക്കുന്ന കെ സിയെ ഒഴിവാക്കിക്കൊണ്ട് ചിന്തിക്കാൻ കഴിയില്ല. കാര്യം കെ സി വളരെ വലുതാണ്, വലിയ നേതാവാണ്. അതും ഇതിനൊരു ഘടകമാണ്. ഞാൻ സൂചിപ്പിച്ചത് ഘടകങ്ങൾ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അല്ല നമ്മൾ ഒരാളിൻ്റെയും പക്ഷപാതിത്വം പിടിക്കുന്നതല്ല. പക്ഷെ ഘടകങ്ങൾ നോക്കുമ്പോൾ കെ സിയെ വെട്ടുക AICCക്ക് അത്ര എളുപ്പമല്ല. ആരാകുമെന്ന് ഇന്നോ നാളെയോ നമുക്ക് അറിയാം.